ഈശോ എപ്പോഴും പറഞ്ഞാൽ എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നനാവുക എന്നൊക്കെ പറയത്തില്ല ഈശോ. അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. ദൈവത്തിരുസന്നിധി ഒരാൾക്ക് പിടിപാടുള്ള ആളായി മാറാം. അതിന് ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറണം. ദൈവത്തെ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഉടമ്പടി കുറേ അണ്ണന്മാർ അത് തന്നെ ചിന്തിക്കണം, ദൈവത്തെ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം. പക്ഷേ അതൊരു വെള്ളിയാണെങ്കിൽ സ്വർണമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്താണ് പ്രയോജനം, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ എന്നും അങ്ങനെ ചിന്തിച്ചിരിക്കണം, ദൈവത്തിന് എന്നെക്കൊണ്ട് എന്താ പ്രയോജനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം മാറും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റി. ചില ആൾക്കാരുടെ സംഭവമല്ല. ചില ആൾക്കാർ ചില ബന്ധങ്ങൾ ഉണ്ടാക്കണത് എന്താണ്, അവിടെ എന്തെങ്കിലും ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റുകയെന്നാണ്. അപ്പം ദൈവത്തോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചില ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നല്ല, അടിച്ചു മാറ്റാതെ വിചാരിക്കണം. അതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന്